എന്തോ ചേച്ചി ചേച്ചി എന്തിനാ കരയുന്നേ? എന്ത് വേണം? കുറച്ചുകൂടി മനുഷ്യത്വവും മെച്യൂരിറ്റിയും ഞാൻ സാറിൽ നിന്നും പ്രതീക്ഷിച്ചു. ഒന്നും ആലോചിക്കാതെ അങ്ങനെ ഒരു ഡൈവോഴ്സ് നോട്ടീസ് അയച്ചത് വളരെ ചീപ്പായി പോയി. പിന്നെ നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് ഞാൻ അവളെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചോ? ജീവിതത്തിൽ ഒരു മൊറാലിറ്റി ഇല്ലാത്ത നീ എന്നെ ഉപദേശിക്കാൻ പറ്റുന്നു. എന്റെ സ്വഭാവം നിങ്ങളെപ്പോലുള്ള മാന്യന്മാരുടെ കാഴ്ചപ്പാടിൽ മോശമാണ്. ഒരു പെണ്ണിന് ഒരു ലിഫ്റ്റ് കൊടുത്താലോ അവളോടൊന്ന് ഫ്രീ ആയിട്ട് സംസാരിച്ചാലോ അവിഹിത ബന്ധം ആരോപിക്കുന്ന നിങ്ങളെപ്പോലുള്ള മാന്യന്മാരോട് എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. അത്ര ചങ്കൂറ്റമുള്ളവരാണെങ്കിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവളെ സംരക്ഷിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അല്ലാതെ മറ്റൊരുത്തിന്റെ പടലിക്ക് വെച്ച് കിട്ടുന്നതല്ല മാന്യത. ആര് പടലിക്ക് വെച്ച് കിട്ടിയെന്ന് മേലിൽ അനാവശ്യം സംസാരിക്കരുത്. നീ എന്ത് ചെയ്യും? പ്രൊഫഷന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ഭാര്യ ഉപേക്ഷിക്കുന്ന നിങ്ങളെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ അവളെ ഉപേക്ഷിച്ചാലും അവൾ അനാഥയാവുന്നൊന്നും കരുതണ്ട. അവളെ സംരക്ഷിക്കാൻ വേറെ ആണുങ്ങളുണ്ടാവും. നീ അകത്ത് പോ. ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട് വീട്ടിൽ കയറി അവന്റെ ഹുങ്ക് കണ്ടില്ലേ? കയറി പോകാനാ പറഞ്ഞത്. അനന്തമോൻ അസുഖമൊന്നുമില്ലല്ലോ? അവനൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് കളിക്കും ചിരിക്കും കുറവൊന്നുമില്ല.
കേസ് നമ്പർ OPHMA 13/93, ഹർജിക്കാരൻ S. നന്ദകുമാർ, എതിർകക്ഷി ആതിര നായർ. ഡൈവോഴ്സ് പെറ്റീഷനിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സംഗതികൾ സത്യമാണോ? സത്യമാണ്. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം. ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ ഭാര്യയുടെ സ്വഭാവശുദ്ധിയിലും സത്യസന്ധതയിലും ഞാൻ സംശയാലുവാണ്. ഹർജിയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള എന്റെ ഭാര്യ ആതിര നായരുടെ കൈപ്പടയിലുള്ള കത്ത് എന്റെ സംശയത്തെ സാധൂകരിക്കുന്നു. ഭർത്താവിനോട് സ്നേഹം ഭാവിക്കുകയും മറ്റൊരു പുരുഷനെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ പവിത്രമായ ബന്ധം ആഗ്രഹിക്കുന്ന ഒരു പുരുഷനും ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് വിവാഹമോചനം അനുവദിച്ചു തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എതിർകക്ഷിക്ക് എന്താണ് പറയാനുള്ളത്? ഹർജിക്കാരൻ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾക്ക് വിവാഹമോചനം ആവശ്യമാണോ? ഞാനങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ഭർത്താവിന് വേർപിരിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനതിനെതിരല്ല. ഹർജിക്കാരൻ ഹാജരാക്കിയിരിക്കുന്ന കത്ത് നിങ്ങൾ എഴുതിയതാണോ? അതെ, പക്ഷേ അതിലെഴുതിയിരിക്കുന്ന ഒന്നും സത്യമല്ല.